വെൽക്കം ടു AZB അക്കാഡമി. ഇലക്ട്രിക്കൽ വർക്കർ എന്നുള്ള PSC എക്സാമിൻ്റെ കോച്ചിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്വാണ്ടിറ്റീസ് ആർ ദ സെയിം ഇൻ ഓൾ പാർട്സ് ഓഫ് ദ സീരീസ് സർക്യൂട്ട്. നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് സർക്യൂട്ട്സ് ആണുള്ളത്. ഒന്ന് സീരീസ് സർക്യൂട്ടും മറ്റൊന്ന് പാരലൽ സർക്യൂട്ടും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സർക്യൂട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സും പിന്നെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സീരീസ് സർക്യൂട്ടിൽ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ആയിരിക്കുന്ന അളവുകൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സീരീസ് സർക്യൂട്ട് എന്താണ് അല്ലെങ്കിൽ ഒരു പാരലൽ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ആദ്യം കാണുന്ന ഇതാണെന്ത്, ഈ ഒരു പടമാണ് എന്തെന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ റെസിസ്റ്റൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബാക്ക് ടു ബാക്ക് ആയിരിക്കും നമ്മൾ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നമുക്ക് R1 എന്നും R2 എന്നും പിന്നെ Rn വരെ എത്ര എണ്ണം വേണം നമുക്കോ അതുവരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കറണ്ട് ഫ്ലോ, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഏത് ക്വാണ്ടിറ്റിയാണ് ഇതിൽ ഒരേപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ നമുക്ക് കറണ്ടിനെ നമുക്ക് I എന്നുള്ളത് കൊണ്ട് മാർക്ക് ചെയ്യാം. കണ്ടോ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കിനും ഈ എല്ലാ പാരാമീറ്റേഴ്സിലും ഒരേപോലെ ആയിരിക്കും എന്ത് ചെയ്യുക, എത്തുക. അതായത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവ് വരെ എത്തുന്ന സമയത്ത് എല്ലാ ക്വാണ്ടിറ്റീസിലും ഒരേപോലെ തന്നെയായിരിക്കും ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പാരലൽ സർക്യൂട്ടിൻ്റെ പടം ഈ സൈഡിൽ കാണുന്നതാണ് പാരലൽ സർക്യൂട്ടിൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്ക് നോക്കാം എന്താണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കറണ്ട് പോകുമ്പോഴത്തേക്കിനും ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും കറണ്ടിന് എന്താ സംഭവിക്കുക? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് I1, I2, I3 അല്ലെങ്കിൽ IN എന്നുള്ള രീതിയിലായിരിക്കും പോവുക. മനസ്സിലായോ? അപ്പോൾ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ നമുക്കിവിടെ ആൻസർ എങ്ങനെ വരും? സീരീസ് സർക്യൂട്ടുകളിൽ എല്ലായിടത്തേക്കും ഒരേപോലെ. അതേപോലെ ഇവിടെ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ വോൾട്ടേജും ഓരോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരിക. R1ൻ്റെ അക്രോസ് ആയിട്ടെന്നുള്ളത് V1 എന്നും R2ന് അക്രോസ് ആയിട്ട് വരുമ്പോൾ V2 എന്നും ഇതേപോലെ V3 അല്ലെങ്കിൽ VN എന്നുള്ള രീതിയിൽ പോകും. ഇത് ഒരേപോലെ വോൾട്ടേജ് സീരീസ് സർക്യൂട്ടിൽ ഒരേപോലെ ആയിരിക്കത്തില്ല എഫക്റ്റ് വരിക. പക്ഷേ പാരലൽ സർക്യൂട്ടിൻ്റെ കേസിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. മനസ്സിലായോ? കാരണം ഈ ഒരു R1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് എൻഡും എവിടെയാണ് പോയിരിക്കുന്നത്? ഈ വോൾട്ടേജ് സപ്ലൈക്ക് അക്രോസ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെയാണല്ലോ R2ൻ്റെ കേസ് എടുക്കുമ്പോഴും എവിടെയാണ് വന്നിരിക്കുന്നത്? എല്ലാ ലോഡും വരുന്നത് ഈ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ടായിരിക്കും. അപ്പോൾ പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് എല്ലായിടത്തും സെയിം, പക്ഷേ കറണ്ട് ഇവിടെ സെയിം ആണോ? അല്ല, ഇവിടുന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ സീരീസ് സർക്യൂട്ടിൽ വരുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കുന്നു? കറണ്ട് എല്ലായിടത്തും ഒരേപോലെയും വോൾട്ടേജ് എല്ലായിടത്തും ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചോദ്യം എന്ന് പറയുമ്പോൾ സീരീസ് സർക്യൂട്ടിലാണ്. സീരീസ് സർക്യൂട്ടിൽ ഒരേപോലെ എല്ലായിടത്തും വരുന്ന എന്താണ്? ഇവിടെ ആൻസർ വരുന്നത് കറണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾ മിക്ക ചോദ്യം പേപ്പറിലും കാണുന്നതുമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം, വോൾട്ടേജ് ഡിഫറൻറ്റ്. നേരെ തിരിച്ച് പാരലൽ സർക്യൂട്ട് എടുക്കുമ്പോഴത്തേക്കിനും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഫ്യൂസ് വയർ ഈസ് മെയ്ഡ് ഓഫ്. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഫ്യൂസ് വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സപ്ലൈയും, അതായത് KSEB നിന്നും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് ഒരു പോയിന്റ് ഉണ്ടാകും. ഒരു എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്നായിരിക്കും അതിനെ പറയുക. അതായത് നമ്മുടെ
പോസ്റ്റിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ വരുന്ന ആ ഒരു ലൈൻ വന്ന് കയറുന്നത് നമ്മുടെ വീട്ടിലെ ഫ്യൂസിലേക്കായിരിക്കും. ആ ഫ്യൂസ് യൂണിറ്റിൽ നിന്നുമായിരിക്കും നമ്മുടെ വീട്ടിലേക്കുള്ള മറ്റു ലോഡുകളിലേക്ക് സപ്ലൈ വരുന്നത്. അപ്പോൾ ആ ഫ്യൂസ് യൂണിറ്റിൻ്റെ അതിൻ്റെ ഒരു പടം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇത്. ഇപ്പം അധികം ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മോഡൽ ഫ്യൂസ് ആയിരിക്കും. ഇതിൻ്റെ നടുക്കായിട്ട് കണ്ടോ ഒരു ഫ്യൂസ് വയർ കണ്ടോ? ഈ ഫ്യൂസ് വയർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതുണ്ടെങ്കിൽ മാത്രമേ, കാരണം ഈ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് കൂടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർ കറണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ ഈ ഒരു ഫ്യൂസ് യൂണിറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് പെട്ടെന്ന് മെൽറ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കണക്ഷൻ ഡിസ്കണക്ട് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് മെൽറ്റിംഗ് പോയിന്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഹൈ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള അപ്ലയൻസസിനെയൊക്കെ വരികയും അവർ അത് ഡാമേജ് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മെൽറ്റിംഗ് പോയിന്റ് കുറവാണെങ്കിൽ എന്ത് പറ്റും? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇത് മെൽറ്റായി പോകും. ആ ഒരു സപ്ലൈ അവിടെ നിന്ന് കട്ടായിട്ട് നമ്മുടെ ബാക്കിയുള്ള എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നിക്രോം എന്നൊക്കെ പറയുന്നത് ഒരു വളരെ റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയലാണ്. നമ്മൾ അയൺ ബോക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കോപ്പർ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഒരിക്കലും അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അല്ല. പിന്നെ ടങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഒരുപാടുള്ളതാണ്. പെട്ടെന്ന് ഇതാവത്തില്ല, മെൽറ്റായി പോകത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലെഡ് ടിൻ അലോയ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ലെഡ് ടിൻ അലോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഹീറ്റ് വരുന്ന ആ സ്പോട്ടിൽ തന്നെ ഇത് മെൽറ്റായിട്ട് സർക്യൂട്ടും ആ ഒരു ഹോം അപ്ലയൻസസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മെഷീനും ആയിക്കോട്ടെ അതുമായിട്ടുള്ള ഡിസ്കണക്ഷൻ പെട്ടെന്ന് നടക്കുകയും നമ്മൾ സേഫ് ആയിട്ടിരിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? ലെഡ് ആൻഡ് ടിൻ അലോയ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ, അതായത് EMF നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് EMFനെ ജനറേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചിട്ട് EMF ജനറേറ്റ് ചെയ്യാം. അതിൽ അടുത്ത മാർഗം എന്ന് പറയുന്നതാണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്നത്. ആ ജനറേറ്ററിൽ ഉണ്ടാകുന്ന ഈ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂളാണ്. ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓംസ് ലോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ഫാരഡേസ് ലോ. ഇതിൽ ഓംസ് ലോ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ. ഫാരഡേസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉണ്ടാകുന്ന EMF എങ്ങനെ ഉണ്ടാകുന്നു, അത് എത്രമാത്രം ഉണ്ടായി എന്നുള്ള കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ലോയാണ് ഫാരഡേസ് ലോ. നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ വെച്ചിട്ടാണ് ഒരു ജനറേറ്ററിൽ ഉണ്ടാകുന്ന EMFന്റെ ഡയറക്ഷൻസ് എങ്ങോട്ടേക്കാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പം 3 വിരലാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് തമ്പ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ 4 ഫിംഗർ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മിഡിൽ ഫിംഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തമ്പ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ നമ്മുടെ കണ്ടക്ടറിൻ്റെ മോഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 4 ഫിംഗർ എന്ന് പറഞ്ഞാൽ ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് കേട്ടോ. അതായത് വലത് കയ്യിൽ എപ്പോഴും നമ്മൾ ജനറേറ്ററിനെ ഹോൾഡ് ചെയ്യുക, ഇടത് കയ്യിൽ എപ്പോഴും മോട്ടറിനെ ഹോൾഡ് ചെയ്യുക. ആ ഒരു കോഡ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. വലത് കയ്യിൽ എപ്പോഴും ജനറേറ്റർ ആയിരിക്കണം, ഇടത് കയ്യിൽ എപ്പോഴും മോട്ടർ ആയിരിക്കണം. ആ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതൊക്കെ റൂളുകൾ ഏതൊക്കെ മെഷീൻസിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ കണ്ടക്ടർ യൂസ്ഡ് ഫോർ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ഏതാണ്? ഓവർഹെഡ് 2 ടൈപ്പുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ഓവർഹെഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട്
കേബിൾ എന്ന് പറയുന്നത്. അതിൽ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം നമ്മുടെ സബ്സ്റ്റേഷനിൽ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും സബ്സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വീടുകളിലേക്കും ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കൊക്കെ വരുന്ന മുകളിൽ കൂടെ പോസ്റ്റിന്റെ സഹായത്തോടെ മുകളിൽ കൂടെ പോകുന്ന ലൈനെയാണ് നമ്മൾ ഓവർ ഹെഡ് ലൈൻസ് എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ആവശ്യമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അത്രയും ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. അതല്ല, ഇനി ACSR അവിടെ നിൽക്കട്ടെ. ഇനി സ്റ്റീലാണെങ്കിലും നമുക്ക് അത്യാവശ്യം കോസ്റ്റ് ഉള്ള മെറ്റീരിയലാണ്. അത് നമുക്ക് ലാർജ് എമൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയുള്ളത് സിൽവർ ആണ്. സിൽവർ എന്തായാലും പറ്റത്തില്ല, അറിയാലോ. അപ്പോൾ അതിനെ ഒഴിവാക്കാം. പിന്നീടുള്ള ഏതാണ്? ACSR. എന്താണ് ACSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ACSR എന്ന് പറഞ്ഞാൽ അലൂമിനിയം കണ്ടക്ടേഴ്സ് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അലൂമിനിയം കണ്ടക്ടർ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് ആയിട്ടാണ്. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്? അതായത് ഇത് ഒരു സിംഗിൾ കോർ ആയിട്ടുള്ള ഒരു കേബിൾ, ഒരു കണ്ടക്ടർ ആയിരിക്കത്തില്ല നമ്മൾ ഉപയോഗിക്കുക. ഒന്നിലധികം കണ്ടക്ടേഴ്സിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളൊരു രൂപത്തിലായിരിക്കും നമ്മൾ ഓവർ ഹെഡ് ലൈൻസ് ഉപയോഗിക്കുക. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്കിൻ എഫക്റ്റ് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം AC കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടക്ടറിൻ്റെ സർഫസിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ACSR, അലൂമിനിയം കണ്ടക്ടേഴ്സ് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. അതിൻ്റെ ഒരു പടം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അലൂമിനിയം കണ്ടക്ടേഴ്സ് സ്റ്റാൻഡേർഡ് രൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്ത് ഒന്നിലധികം കണ്ടക്ടേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റീലിൻ്റെ ഒരു കണ്ടക്ടറും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു കണ്ടക്ടർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതും സ്റ്റാൻഡേർഡ് രൂപത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂട്ടുക. അതായത് ഈ അലൂമിനിയം എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്ക് ആയി പോകുന്ന ഒരു മെറ്റീരിയലാണ്. അലൂമിനിയം മാത്രം നമ്മൾ ഉപയോഗിച്ച് ട്രാൻസ്മിഷൻ ലൈൻ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബ്രേക്ക് ആയി പോയി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൊട്ടാതെ നമുക്ക് കുറച്ചും കൂടെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അപകടം ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ പെട്ടെന്ന് പൊട്ടി വീണാൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റീലിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അലൂമിനിയം കേബിൾ പൊട്ടിയാലും സ്റ്റീൽ അതിനെ താങ്ങി നിർത്തുന്ന ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ACSR കണ്ടക്ടറാണ്. അടുത്തത് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ. അതായത് കോപ്പറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ, ഇൻഫിനിറ്റി ആണോ എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണുള്ളത്. ഒന്ന് കണ്ടക്ടർ, 2 ഇൻസുലേറ്റർ, 3 സെമി കണ്ടക്ടർ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഇവരുടെ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് കണ്ടക്ടറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? കണ്ടക്ടർ എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഇവരുടെ ഒരു റിലേഷൻ എടുക്കുമ്പോൾ, ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ എടുക്കുമ്പോഴത്തേക്കും കണ്ടക്ടറുടെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം റെസിസ്റ്റൻസും ഇൻക്രീസ്, അതായത് ഒരു പ്രപ്പോർഷണൽ ആയിരിക്കും ഉണ്ടാവുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു. അതാണ് കണ്ടക്ടറുടെ കേസിൽ. ഇനി ഇൻസുലേറ്ററുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. അതായത് ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇൻസുലേറ്ററുടെ കേസിൽ. ആ ഇൻവേഴ്സ് റിലേഷൻ തന്നെ ആയിരിക്കും ആർക്കും ഉണ്ടാവുക? സെമി കണ്ടക്ടറിനും ഉണ്ടാവുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെത്. അപ്പൊ ഇതിനെ നമുക്ക് അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് ഇൻസുലേറ്റർ വരുന്ന കാറ്റഗറി നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും
കണ്ടക്ടർ വരുന്ന കാറ്റഗറി പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റുമാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടിക്കാണുമല്ലോ. കോപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ അല്ലേ, കണ്ടക്ടർ ആകുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ പെടും? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റിലാണ് ഈ പറഞ്ഞ കോപ്പർ ഉൾപ്പെടുന്നത്. നേരെ മറിച്ച് ഒരു വേറെ ഏതെങ്കിലും PVC-യോ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയലാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താമായിരുന്നു? നെഗറ്റീവിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിൽ വരുന്ന ജെർമേനിയം ആയിക്കോട്ടെ, സിലിക്കൺ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ദ ഫിലമെന്റ്സ് ഇൻ ഇൻകാൻഡസെന്റ് ലാമ്പ്? ഇൻകാൻഡസെന്റ് ലാമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫിലമെന്റ് ഉണ്ടല്ലോ, ആ ഫിലമെന്റ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ലൈറ്റ് കിട്ടുന്നത്. അങ്ങനെ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അത് ഏതാണ്? സിൽവർ ആണോ? സിൽവർ ആയിരിക്കത്തില്ല. സിൽവർ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ എത്ര രൂപ വരും? വളരെ കുറച്ച്, ഒരു 10-30 രൂപയ്ക്കുള്ളിൽ വരുന്ന ഇൻകാൻഡസെന്റ് ലാമ്പിൽ കൊണ്ട് നമുക്ക് സിൽവർ വെക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ കോപ്പർ ആണെങ്കിലും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കോപ്പർ ഒരു കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്നതാണ്, അതിനൊരിക്കലും അത് പറ്റത്തില്ല. പിന്നെ ടാൻഡലം പറഞ്ഞിട്ടുണ്ട്, ടങ്സ്റ്റൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായതുകൊണ്ട് അതിന് ആ ഒരു പ്രകാശിച്ച് നിൽക്കാൻ, ഒരുപാട് സമയം പ്രകാശിച്ച് നിൽക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ വളരെ കോയിൽഡ് രൂപത്തിൽ, വളരെ സ്പ്രിങ് ആയിട്ട് ചെറുതായിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒന്നാണ്. അതായത് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത് കൂടുമ്പം റെസിസ്റ്റൻസും കൂടുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ഉള്ളതും പിന്നെ ഈ പറഞ്ഞ പോലെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലുമായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ടങ്സ്റ്റൺ ആണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഉപയോഗിക്കുക. ഇനി അടുത്ത ചോദ്യം, ക്രീപ്പിംഗ് ഈസ് ദ ഫെനോമെന വിച്ച് ഒക്വേഴ്സ്. ക്രീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം താഴെ പറയുന്ന ഏതിലാണ് ഉള്ളത്? അപ്പോൾ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് മീറ്റേഴ്സ് ഉണ്ട്. അതായത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? വോൾട്ട് മീറ്റർ ഉപയോഗിക്കും. പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വാട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അമ്മീറ്റർ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ലാസ്റ്റ് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ KSEBക്ക് കൊടുക്കുന്ന ഒരു ബില്ലുണ്ട്. ആ ബില്ല് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? നമ്മുടെ വീട്ടിൽ ഫിക്സ് ചെയ്തിട്ടുള്ള എനർജി മീറ്ററിൽ റീഡിംഗ് അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്രീപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഏത് മീറ്ററിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എനർജി മീറ്റർ ആണ്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എനർജി മീറ്റേഴ്സിൽ ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട്. ആ അലൂമിനിയം ഡിസ്ക് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലോഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡിൽ വേരിയേഷൻ വരും. ലോഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡും കൂടും, ലോഡ് കുറയുകയാണെങ്കിൽ സ്പീഡ് കുറയും. നമ്മൾ ഒരു ലോഡും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ അലൂമിനിയം ഡിസ്ക് എന്ത് ചെയ്യണം? സ്റ്റോപ്പായിട്ട് നിൽക്കണം. പക്ഷേ ക്രീപ്പിംഗ് എന്ന് പറയുന്നത് ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അലൂമിനിയം ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് മീറ്ററിൻ്റെ ഒരു ഇന്റേണൽ ഉള്ള ഒരു പ്രോബ്ലം മൂലം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമൂലം നമ്മൾ ലോഡ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു കംപ്ലൈന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ക്രീപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഡിസ്കിന്റെ 2 സൈഡിലായിട്ട് ഹോൾസ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്ന ഒരു പരിധി മൂലം നമുക്ക് പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്രീപ്പിംഗ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ക്രീപ്പിംഗ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് എനർജി മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടുത്തെ ആൻസർ വരുന്നത് എനർജി മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ കാണുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി AZB അക്കാഡമിയുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്